السلام عليكم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അതായത് നല്ലവരായ നിലയിൽ മലക്കുകൾ ആരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർക്ക് ആ മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. കഴിഞ്ഞ ആയത്തിൽ ഉയർന്ന തോട്ടങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും താഴെയാണ് അരുവികൾ ഒഴുകുന്നത്. അവിടെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും ലഭിക്കും. ഈ അവസ്ഥ സ്വർഗത്തിലല്ലാതെ ലഭിക്കില്ല. ഇതാണ് തഖ്വയുടെ അല്ലെങ്കിൽ ദൈവഭക്തിയുടെ പ്രതിഫലം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തരായ മുത്തഖികളായ ആളുകളെ വിശേഷിപ്പിക്കുന്നു. അതായത് കഴിഞ്ഞ ആയത്തിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞത്. ഇനി കുറച്ച് പിറകോട്ട് വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണസമയം, അതായത് നല്ല നിലയിലുള്ള ഒരവസാനം, നല്ലവരായിരിക്കെ എന്ന ആ വാക്ക് ഏറെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. അവരോട് കൽപ്പിച്ചതെല്ലാം പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഒഴിവാക്കാൻ കൽപ്പിച്ചതെല്ലാം അവർ ഒഴിവാക്കുകയും ചെയ്യാം. അതാണല്ലോ തഖ്വ. അവരെ വിശേഷിപ്പിച്ച ഉത്കൃഷ്ട സ്വഭാവങ്ങളെല്ലാം അതിൽപ്പെടുന്നു. മനുഷ്യർ ആക്ഷേപർഹരാവുന്ന ചീത്ത സ്വഭാവങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകുകയും ചെയ്യുന്നു. ശാരീരികമായ കെട്ടുപാടുകളിൽ നിന്ന് വിമുക്തമായി നന്മയുടെയും പരിപാവനതയുടെയും സന്നിധിയിലേക്ക് മുഖം തിരിച്ച നിലയിൽ പരിപൂർണ സംതൃപ്തരായാണ് അവർ മരിപ്പിക്കപ്പെടുന്നത്. സ്വർഗം അവർ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അതേക്കുറിച്ച് സന്തോഷവാർത്ത ലഭിച്ചവരായല്ലാതെ അവരുടെ ആത്മാക്കൾ മലക്കുകൾ പിടിക്കുന്നില്ല. മരണവേദന അവരെ സ്പർശിക്കില്ല. ഈ സന്തോഷവാർത്ത കേൾക്കുന്നതോടെ അവർക്ക് സ്വർഗത്തിൽ ആയ അനുഭൂതിയും അവർക്ക് ഉണ്ടാകും. ഇങ്ങനെയുള്ള നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.